IELTS ജർമ്മൻ OET PTE കോഴ്സുകളിൽ 3000-ലധികം മികച്ച വിജയങ്ങൾ നേടിക്കൊണ്ട് 14ാം വാർഷികത്തിലേക്ക് ബാമാസ് റൂട്ട്സ് ഇംഗ്ലീഷ് അക്കാദമി, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കോതമംഗലം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്കുള്ള സേവനങ്ങളൊക്കെ ഓൺലൈനായി നടപ്പാക്കിയിട്ടുണ്ട്. കെ സ്മാർട്ട് വഴി. ഇനി എല്ലാ അപേക്ഷകളും കെ സ്മാർട്ട് വഴിയാണ്. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ അങ്ങാടിപ്പുറത്ത് കാര്യങ്ങളൊന്നും എളുപ്പമല്ല. അപേക്ഷ കൊടുത്തവരൊക്കെ കാത്തിരിക്കുന്നതെന്ന് മാത്രമല്ല, ഈ അപേക്ഷകളൊക്കെ കെട്ടുകെട്ടായി മേശപ്പുറത്തുണ്ട്. ഇവിടെ മലപ്പുറത്ത് JD ഓഫീസിൽ പരാതി കൊടുക്കാനെത്തിയതാണ്. പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും ഉണ്ട്. ഇങ്ങനൊരു അവസ്ഥ പഞ്ചായത്ത് സെക്രട്ടറി ഇല്ല. പഞ്ചായത്തിലെ ഭരണസമിതി മൊത്തം ഉണ്ട്. അതായത് ഇവരുടെ ഈ പരാതി കുറേ കാലങ്ങളായിട്ടുള്ള പരാതിയുണ്ട്. ഈ പരാതിക്ക് പരിഹാരം കാണാൻ ഇവർ ഒരുപാട് വട്ടം ഇവിടെ വന്ന് സമരം ചെയ്തിട്ടുണ്ട്. സമരങ്ങൾ പലത് ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടായില്ലെന്നല്ല, ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൽ നിന്നും പിന്നോട്ട് പോകാൻ ഇവർ തയ്യാറല്ല. നമ്മളൊപ്പം ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദ ടീച്ചറുണ്ട്, വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിലുണ്ട്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിൽ ബാബു വാക്കാട്ടിൽ, സലീല താണിയിൽ തുടങ്ങി എല്ലാവരും ഉണ്ട്. ഈ സമരം ഇനി എന്നുവരെ തുടർന്നാലാണ് നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുക? ഇത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എത്ര അറ്റം വരെ പോകാൻ കഴിയുമെന്ന് അതുവരെ പോകും. ഞങ്ങൾക്ക് ഞങ്ങളെ ആവശ്യം ജനങ്ങളെ സേവിക്കലാണ്. ജനങ്ങളുടെ സേവനം എന്ന് കിട്ടും, നമ്മളെ ഉദ്യോഗസ്ഥരെ കിട്ടുന്നത് വരെ ഞങ്ങളിവിടെ അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ മാത്രം ഉദ്യോഗസ്ഥർ വരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് അവർ പോകുന്നു, അഡീഷണലായിട്ട് ആരെങ്കിലും കൊണ്ടുവരുന്നു, അവരൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് അവർ വേഗം പോകുന്നു. ഇത് കുറേ കാലമായിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളായ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പൊക്കെ വരെയാണ്. മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് പ്രതീക്ഷ ജനങ്ങളെ സേവിക്കണം തന്നെയാണ്. അതിന് സർക്കാർ ഞങ്ങൾക്ക് ആളുകളെ ഉദ്യോഗസ്ഥരെ തന്നേ പറ്റൂ. അതിന് ഏതറ്റം വരെയും ഞങ്ങൾ പോവും, അത്രേ പറയാനുള്ളൂ. വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിലുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് സുവ്യക്തമായി പ്രതികരിക്കുക എന്നത് തന്നെയാണ് അദ്ദേഹം ചെയ്യാറ്. ഈ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനോട് മാത്രം പല പഞ്ചായത്തുകളിൽ ഉദ്യോഗസ്ഥർ പോകുന്നു, പക്ഷെ അവർ വരുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ മാത്രം ഇത് രാഷ്ട്രീയമാണെന്ന് പൊതുജനങ്ങൾ പറയുന്നുണ്ട്. താങ്കൾ അതിനെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കും? അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ LDFൻ്റെ ചില നേതാക്കന്മാരുടെ, ജില്ലാതലത്തിലുള്ള നേതാക്കന്മാരുടെ ഇടപെടൽ കൊണ്ടാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ജീവനക്കാരെ തരാത്തത്. കാരണം അങ്ങാടിപ്പുറം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ പറയുന്നതല്ലല്ലോ, പഠിച്ചു നോക്കിയാൽ അറിയാം. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ്. ഏറ്റവും ജനന മരണങ്ങൾ നടക്കുന്ന മെഡിക്കൽ കോളേജ്, തിരുമാതാംകുന്ന് അമ്പലം അടക്കമുള്ള വലിയൊരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ വർക്ക് നടക്കുന്ന പഞ്ചായത്താണ്. അവിടെ ഒരു കെട്ടിടത്തിന് പെർമിറ്റ് എടുക്കാൻ ലൈഫ് മിഷനിൽപ്പെട്ട ആളുകൾക്ക് പോലും സംവിധാനമില്ലാതെ ഓവർസിയർമാരില്ലാതായിട്ട് 2.5 വർഷമായി. താൽക്കാലികമായി ആളെ ലഭിക്കാൻ ശ്രമിച്ചിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ കൈമലർത്തുകയാണ്. കാരണം അവർക്ക് മേലിന്ന് തിട്ടൂരം എഴുതി കൊടുത്തിട്ടാണ് അങ്ങാടിപ്പുറത്തേക്ക് ആളെ കൊടുക്കേണ്ടതെന്നുള്ളത്. താൽക്കാലിക ചാർജില്ലാതെ മാസങ്ങളായി അങ്ങാടിപ്പുറത്ത് ഒരു ഓവർസിയറെ താൽക്കാലിക ചാർജില്ലാതെ, അത് LDFൻ്റെ ചില നേതാക്കന്മാർ അവർക്ക് അവിടെ അധികാരം തിരിച്ചു പിടിക്കണം. മലപ്പുറം ജില്ലയിൽ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു പഞ്ചായത്താണ് അങ്ങാടിപ്പുറം. അത് LDFൻ്റെ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്താണ്. അതിപ്പോൾ ജനകീയമായ ഭരണസമിതിയാണ് സൈദ ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനകീയമായ കാര്യങ്ങൾ, ജനകീയമായ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കി മുന്നേറുമ്പോൾ അത് തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. കാരണം ഒരു പൊതുജനം വരുമ്പോൾ അവർ പ്രസിഡന്റിനെ അല്ലെങ്കിൽ മെമ്പർമാരെയാണ് അറിയുക. അവർക്ക് മറ്റു സംവിധാനങ്ങളോ അതല്ലെങ്കിൽ മന്ത്രിമാരോ സർക്കാർ സംവിധാനങ്ങളൊന്നും അവർക്കറിയില്ല. അവർ താഴെത്തട്ടിലുള്ള, ഏറ്റവും താഴെത്തട്ടിലുള്ള മെമ്പർമാരെ സമീപിക്കുമ്പോൾ അവർക്കൊരു സേവനം കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഇന്ന് പഞ്ചായത്തിലുള്ളത്. ഞങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ JD ഓഫീസിലേക്ക് വന്നിട്ടുള്ളത്. ഇവർ നിസ്സായരാണ്. കാരണം ഇവർക്കൊക്കെ മേലെന്ന് ഓർഡർ കൊടുത്തിട്ടാണുള്ളത്. ജില്ലാ നേതാക്കന്മാരടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ LDFൻ്റെ പ്രാദേശിക നേതാക്കന്മാർ പറയുന്നത് നിങ്ങൾക്ക് ആളെ തരില്ല എന്ന ഒരു ധിക്കാരപരമായ സമീപനമാണ്. എല്ലാവരും ഞങ്ങൾ പറയുന്നില്ല. ചില ആളുകളുടെ ധിക്കാരപരമായ ചില നേതാക്കന്മാർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് 2005 ശേഷം ജനറൽ സീറ്റ് വരാൻ പോവുകയാണ്. അത് നോട്ടമിട്ടുകൊണ്ട് അവരുടെ ഒരു തീരുമാനമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതായത് ഈ മലപ്പുറത്ത്, മലബാറിലൊക്കെ പണ്ട് പറയാറുണ്ട്, വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു സംഭവമുണ്ട്.
അങ്ങനെ ഒരു ലക്ഷ്യത്തോട് ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. അതുകൂടാതെ തന്നെ തനത് ഫണ്ടുള്ള ഏറ്റവും വലിയ വരുമാനമുള്ള ഒരു പഞ്ചായത്ത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഭരണസമിതി അഴകുള്ള അങ്ങാടിപ്പുറമാക്കി മാറ്റുക മാത്രമല്ല, ജനങ്ങൾക്ക് എന്ത് സേവനം ചെയ്യണമെന്ന് ഓരോ വീടുകളിലും ഓരോ വാർഡുകളിലും ചെന്ന് അന്വേഷിക്കുന്ന നല്ല പഞ്ചായത്ത് മെമ്പർമാരായി മാറുക കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ എന്നതുകൊണ്ടുള്ള വിടക്കാക്കി തനിക്കാക്കലാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഈ സമരം ജനങ്ങൾക്ക് ഈ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരത്തിൻ്റെ പ്രധാന ഉദ്ദേശം. കാരണം ജനങ്ങളാണ് വലുത്. ആ ജനങ്ങളാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവിടെ നടക്കുന്ന ജനകീയ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള തനിക്കാക്കി വടക്കാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇതിലുള്ളത്. അതിലൊരു സംശയമില്ല. ഈ സമരം ഏതറ്റം വരെ പോയാലും നിങ്ങൾക്ക് ഈ ഓവർസീമാരെ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? കാരണം ഒരു ധിക്കാരപരമായ സമീപനമാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാരണം ജനകീയമായ പല കാര്യങ്ങളും സർക്കാർ ചിലപ്പോൾ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വനിത എന്ന നിലയിൽ അവരെ പരിഗണിക്കണ്ടേ? ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ തവണ സെക്രട്ടേറിയറ്റിലും മന്ത്രിയുടെ ഓഫീസിലും കയറി ഇറങ്ങി നിവേദനം കൊടുത്ത് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളാണ്, കുടുംബിനികളാണ്. ഇവർക്കൊന്നും ഇവിടെ വന്ന് സമരം ചെയ്യേണ്ട ആവശ്യമില്ല. അവരൊക്കെ തെരഞ്ഞെടുത്തുള്ള സേവനം ചെയ്യാനാണ്, സമരത്തിനല്ല. ആ ഒരു സമര രീതിയിലേക്ക് കൊണ്ടുവന്നത് ഈ സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമര രീതിയിലേക്ക് ഇത് ഏതറ്റം വരെയും ഞങ്ങൾ ഇവിടെ നിന്ന് തീരുമാനമായിട്ടില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഉപരോധ സമരം അവിടെ ഇപ്പോൾ ആശാ വർക്കർമാരൊക്കെ സമരം ചെയ്ത് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ പോയിട്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം ആരംഭിച്ചിട്ടുള്ളത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി ഇവരെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് തുടങ്ങിയ സമരമാണ്. അവിടെ കൃത്യമായ ഉദ്യോഗസ്ഥരെ നിയമിക്കുക എന്നത് എല്ലാ പഞ്ചായത്തിലും ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലിഭാരമുണ്ട്. അവർ കുറച്ചു കാലം ജോലിയൊക്കെ ഭംഗിയായിട്ട് ചെയ്തു വരുമ്പോഴേക്കും ഇവരെ സ്ഥലം മാറും. സ്ഥലം മാറ്റുകയാണോ സ്ഥലം മാറുകയാണോ എന്നുള്ള കാര്യം അവർ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു വലിയൊരു പഞ്ചായത്തിൽ ജനങ്ങൾക്ക് കൃത്യമായി സേവനം കിട്ടണം. ആ പഞ്ചായത്തിൽ സേവനം കിട്ടേണ്ട ജനങ്ങൾക്ക് സേവനം കിട്ടാതെ വരുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ തന്നെ സമരരംഗത്തിറങ്ങുക. സൈദ ടീച്ചറൊക്കെ നമുക്ക് തന്നെ അറിയാം, പ്രേക്ഷകർക്ക് പല പ്രാവശ്യം വാർത്തകളിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. പല പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിൽ പോയിട്ടുണ്ട്, ഈ പഞ്ചായത്ത് ഭരണസമിതി ഒട്ടാകെ പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഫലമൊന്നും ഉണ്ടായില്ല. ഇനിയെങ്കിലും സർക്കാർ ബന്ധപ്പെട്ടവർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ പ്ലക്കാർഡുകളുമായി ഈ JD ഓഫീസിന് മുന്നിൽ ഇവർ സമരമായി നിൽക്കുന്നത്. പ്രതീക്ഷകൾ പൂക്കട്ടെ, ഇതെല്ലാം ഫലിക്കട്ടെ, നിങ്ങളുടെ സമരം വിജയം കാണട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട്, നിള 24 ലൈവ്.